ഗവൺമെന്റിന്റെ നിഷേധാത്മകമായ സമീപനത്തിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇന്നും സഭാ നടപടികൾ ബഹിഷ്കരിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികളെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. പ്രതികൾക്ക് ഓരോരുത്തർക്കും ജാമ്യം കിട്ടി പുറത്തു വരുന്നു. ഇനി പത്മകുമാറിന് മാത്രമേ ജാമ്യം കിട്ടാനുള്ളൂ. അദ്ദേഹത്തിന് ഉടനെ ജാമ്യം കിട്ടും. ഒരെണ്ണത്തിൽ കിട്ടി. അപ്പോൾ പ്രതികൾക്ക് കുറ്റപത്രം കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സുപ്രീം കോടതി പോലും ജാമ്യം നിഷേധിച്ചതിന് ഏറ്റവും നല്ല മാർഗം ഇതാണെന്ന് കണ്ടിട്ടാണ് കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ പാർഷ്യലായ കുറ്റപത്രം സമർപ്പിച്ച് പ്രതികൾക്ക് ജാമ്യം കൊടുക്കാതിരുന്ന നടപടി കേരളത്തിന്റെ ജനങ്ങൾ കണ്ട ഒരു കാര്യമാണ്. പാർഷ്യലായ കുറ്റപത്രം പോലും സമർപ്പിക്കാതെ പ്രതികൾക്കെല്ലാം ജാമ്യം ലഭിക്കുന്ന നടപടിക്ക് ഗവൺമെന്റ് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്തില്ല. രണ്ട്, കെമിക്കൽ അനാലിസിസിന്റെ റിപ്പോർട്ട് കിട്ടിയില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കുറ്റപത്രം വൈകിയതെന്നാണ് പറഞ്ഞത്. ഇത് രണ്ടും ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പായിരുന്നു. അപ്പോൾ വളരെ ബോധപൂർവമാണ് നമ്മൾ കണ്ടതുപോലെ പ്രതികൾക്ക് ഓരോരുത്തർക്കും ജാമ്യം ലഭിക്കാനുള്ള സൗകര്യം ഗവൺമെന്റ് ഒരുക്കി കൊടുത്തത്. രണ്ടാമത്തെ കാര്യം, 41 ദിവസം തന്ത്രി ജയിലിൽ കിടന്നിട്ട് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി പറയുന്നു അയാട്ടോ ഓഫ് എവിഡൻസ് ഇല്ല, അദ്ദേഹത്തെ ഞങ്ങൾ ജാമ്യം കൊടുത്ത് വിടുകയാണെന്നാണ് പറഞ്ഞത്. ഒരു തെളിവിന്റെ ഒരു കണിക പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിതനാക്കാൻ കോടതി തീരുമാനിച്ചു. ആ കോടതിയെ ഇപ്പോൾ വിമർശിക്കുകയാണ് നിയമമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ചത്. അല്ല, തന്ത്രിയെ സംരക്ഷിക്കുക എന്നുള്ളതല്ല. ഇവിടെ ആരാ സംരക്ഷിക്കുന്നത്? ബഹുമാനപ്പെട്ട കോടതി, ബഹുമാനപ്പെട്ട കൊല്ലം വിജിലൻസ് കോടതിയാണ് 93 പേജുള്ള വിധിന്യായത്തിൽ വ്യക്തമായി പറഞ്ഞത് തന്ത്രിയുടെ പേരിൽ ഒരു കുറ്റവുമില്ല. പൂജാതി കർമ്മങ്ങളല്ലാതെ തന്ത്രിക്ക് തിരുവാഭരണം ഉൾപ്പെടെയുള്ള അയ്യപ്പന്റെ സ്വത്തുവകകൾ സംരക്ഷിക്കാനോ നടപടികൾ സ്വീകരിക്കാനോ തന്ത്രിക്ക് അധികാരമില്ല. വളരെ വ്യക്തമായി തന്നെ കോടതി പറഞ്ഞ കാര്യമാണ്. കോടതി പറഞ്ഞ കാര്യം ഞങ്ങൾ ഏറ്റുപറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആരെ സംരക്ഷിക്കുകയാണ്? അവരെ ഗവൺമെന്റ് ചെയ്തൊരു വലിയ തെറ്റ്. ആരാണ് തന്ത്രി? സാക്ഷാൽ ശബരിമല ധർമ്മശാസ്താവിന്റെ പിതൃസ്ഥാനീയനാണ് തന്ത്രി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തന്ത്രിയെ 41 ദിവസം ഒരു കാരണവുമില്ലാതെ ജയിലിൽ അടച്ചത് ശരിയാണോ? തന്ത്രിയല്ല, ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും ഇന്ത്യയിലെ ഒരു പൗരന് ഇങ്ങനെ ഒരു തെളിവുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ ജയിലിലടക്കുന്നത് ശരിയാണോ? അത് ഞങ്ങൾ ചോദിക്കാനുള്ള ബാധ്യത പ്രതിപക്ഷത്തിനില്ലേ? തീർച്ചയായിട്ടും തന്ത്രിയെ കുടുക്കി മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് നടക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ബോധ്യമുള്ള കാര്യമാണ്. എല്ലാവരും ഇന്നലെ ഒരു കാര്യം എം വി ഗോവിന്ദൻ പറഞ്ഞു, കാട്ടുകള്ളന്മാരോടൊപ്പമാണ് തന്ത്രിയെന്ന്. ആരാണ് ഈ കാട്ടുകള്ളന്മാര്? പത്മകുമാറും വാസുവൊക്കെ കാട്ടുകള്ളന്മാരാണെങ്കിൽ എന്തുകൊണ്ട് ഗോവിന്ദ നിങ്ങൾ നടപടി എടുത്തില്ല? എന്തുകൊണ്ട് പത്മകുമാറിനെയും വാസുവിനെയും കാട്ടുകള്ളന്മാരുടെ പട്ടികപ്പെടുത്തി ഇന്നലെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞെങ്കിൽ മാസ്റ്റർ അവരുടെ പേരിൽ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഇനിയെങ്കിലും എടുക്കോ ആ കാട്ടുകള്ളന്മാരുടെ പേരിൽ? അങ്ങ് പറഞ്ഞ ഈ കാട്ടുകള്ളന്മാരെ എന്തിനാണ് അങ്ങ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.